പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. ഫോർട്ട് കൊച്ചി സെയ്ദ് അഹമ്മദ് മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ ഫോർട്ട് കൊച്ചി സെന്റ് ജോൺ ഡി ബ്രിട്ടോ ഹൈസ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി സെയ്ദ് അഹമ്മദ് മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് സെന്റ് ജോൺ ഡി ബ്രിട്ടോസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. സാമൂഹ്യ തിന്മകൾ പാടില്ല, ഗ്രാമത്തെ സ്വയം പര്യാപ്തമാക്കണം, തൊഴിലിനോടുള്ള ആഭിമുഖ്യം വർദ്ധിക്കണം, നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം, സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, ലളിത ജീവിതം നയിക്കണം, ധൂർത്ത് പാടില്ല, ആഭരണഭ്രമം ഉപേക്ഷിക്കണം, കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണം. ഇവയ്ക്കെല്ലാം വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച മന്ത്രമാണ് സൗഹൃദ ഗ്രാമം. സൗഹൃദ ഗ്രാമ പദ്ധതി വിപുലപ്പെടുത്തിയാൽ സംഘർഷങ്ങൾ ഇല്ലാതാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുവഴി കുടുംബ പാരായണം വ്യാപകമാണ്. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ഹാഷിം ഖാൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി വൈസ് പ്രസിഡന്റ് രമേശ് അമരാവതി സ്വാഗതം പറഞ്ഞു. കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് NKM ഷെരീഫ് പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KS രാധാകൃഷ്ണൻ, ബ്രിട്ടോ സ്കൂൾ പ്രധാനാധ്യാപിക മിനി ജോസ് എന്നിവർ സംസാരിച്ചു. ബ്രിട്ടോ സ്കൂളിലെ വിദ്യാർത്ഥി അഹമ്മദ് സെയിൻ യോഗത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി PN പണിക്കരുടെ സന്ദേശം വായിച്ചു. ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി ലീല ജോസ് നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ ഈ ദിവസം നമ്മുടെ കേരളത്തിലെ പ്രിയ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 30ാം ചരമവാർഷിക ദിനം കൂടിയാണ്. അപ്പം അതെല്ലാം യാദൃച്ഛികമായി വന്നതാണ്. അപ്പം അതും വളരെ സന്തോഷം ഉളവാക്കുന്നതാണ്. വായനാശീലം നമ്മുടെ അറിവ് മാത്രമല്ല, മാനസികമായ വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഇലക്ട്രോണിക് യുഗത്തിൻ്റെ കാലമാണ്. വായന വളരെയധികം വായനാശീലത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഓരോ ദിവസവും പുതിയ പുതിയ പുസ്തകങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ വായനാശീലത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു തെളിവും കൂടിയാണ്. ഈ സെയ്ദ് അഹമ്മദ് ലൈബ്രറിയുടെ ഈ പ്രവർത്തനം കഴിഞ്ഞ വർഷവും ഇവിടെ നടന്നിരുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.